പലതും പറയാറുണ്ട്. തള്ള വൈബാണ്, ഇത്രയും പ്രായമായില്ലേ നിങ്ങൾക്ക് വീട്ടിൽ കുത്തിയിരുന്നൂടെ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നവരുണ്ട്. എന്നാൽ അവർക്കൊക്കെ ഒരു മറുപടി നൽകിക്കൊണ്ടാണ് ഈ ഡാൻസ് കളിക്കുന്ന അമ്മൂമ്മമാർ നമുക്കൊപ്പം എന്നുള്ളത്. ഈ ഓണം നമുക്ക് കളറാക്കിയാലോ? എല്ലാവരും റെഡി അല്ലേ? ഉഷാറായിട്ട് കളിക്കാൻ പറ്റുന്ന എങ്ങനെയാ? ഞാൻ നോക്കി നിൽക്കായിരുന്നു നിങ്ങളുടെ ഡാൻസ്. ഞങ്ങൾക്ക് പിന്നെ എല്ലാവരും കൂടി കളിക്കുമ്പോൾ ഒരു ഇതാണല്ലോ, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ. എത്ര നാളായി നിങ്ങൾ ഇത് തുടങ്ങി? ഞങ്ങൾ കളിച്ചിട്ട് ഇപ്പോൾ 8ാമത്തെ കൊല്ലമാണ്. 8ാമത്തെ കൊല്ലം. അമ്മയ്ക്ക് എത്ര വയസ്സായി? എനിക്ക് 77 വയസ്സായി. പേര് ബേബിയാണ്. നിങ്ങളൊക്കെ ഇവിടെ തന്നെയാണോ താമസിക്കുന്നത്? ഇവിടെ തന്നെയാണ് മോളെ. എല്ലാ ആൾക്കാരാണ്. അമ്മയ്ക്ക് എത്ര വയസ്സായി? എനിക്ക് 78. ഇതിൽ ആരാ ഏറ്റവും പ്രായം കൂടിയ ആളാരാ? ഞാൻ. എന്നാ വീട്ടിലെ സപ്പോർട്ടൊക്കെ വന്ന് വീട്ടിലെ എല്ലാ മക്കൾക്ക് എല്ലാവർക്കും സപ്പോർട്ടും. ഞങ്ങൾ ഇങ്ങനെ ആക്കിയത് എൻ്റെ മോനാണ്. സ്റ്റെപ്പൊക്കെ ആരാ പഠിപ്പിച്ചിരുന്നു? പേരക്കുട്ടികൾ പഠിപ്പിക്കും. പിന്നെ വേറെ പുറത്തു പോയി കളിക്കണമെങ്കിൽ വേറെ ഒരു സെബീഷ് എന്ന് പറഞ്ഞൊരു കിടക്കറുണ്ടായിരുന്നു, വന്ന് പഠിപ്പിക്കും. ആരാ ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാരാ? എത്ര വയസ്സായി? 67. ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കണ്ടായിരുന്നു, ബാക്കി ആളുകൾക്ക് സ്റ്റെപ്പൊക്കെ തെറ്റിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അമ്മ തന്നെയാണോ ഇതിൽ മെയിൻ? അയ്യോ അല്ല 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 എല്ലാം ഒരേപോലെ. എന്താണ് വീട്ടിലെ സപ്പോർട്ട്? അമ്മയുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്, ഇങ്ങനെ പോണേന് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഈ വേദികളിലൊക്കെ കളിക്കാറുണ്ടോ? പള്ളി അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും തിരിച്ചറിഞ്ഞു തുടങ്ങിയ പുറത്തിറങ്ങുമ്പോ ചോദിക്കാറുണ്ട്. എന്താ ചോദിക്കാറ് കാണുമ്പോ? ഡാൻസ് കളിക്കുന്ന ആൾക്കാർ പോകണമെന്ന് പറയും. പറഞ്ഞ പോലെ ഈ ഡാൻസ് ഒക്കെ പഠിപ്പിച്ചിരുന്ന ഒരു മാസ്റ്റർ ഉണ്ടല്ലോ, പുള്ളിയാണ് നമുക്ക് കാണേണ്ടത്. പുള്ളിയെ വിളിച്ചാലോ? ചേട്ടാ, എങ്ങനെയാ ഈ പ്രായത്തിൽ ഇവരിങ്ങനെ ചുറുചുറുക്കോടെ നിർത്താൻ പറ്റുന്നത്? അവര് എല്ലാത്തിനും റെഡിയാണ്. അവര് മടിയൊന്നുമില്ല, എന്തിനും തയ്യാറാണ് എപ്പോഴും. അവർക്ക് അസുഖ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവര് ചെയ്യാനായിട്ട് ഇല്ലെന്ന് പറയാറില്ല. ലൈവായിട്ട് വരുമ്പോൾ അവര് റെഡി ആയിരിക്കുമല്ലോ. എങ്ങനെ ഇതിലേക്ക് എത്തിയതാ? ഇത്രയും പേരെ വിളിച്ച് ഇങ്ങനെ ഒരു ഗ്രൂപ്പാക്കി അത് മറ്റുള്ളവർ തിരിച്ചറിയുന്ന രീതിയിലേക്ക് എങ്ങനെയാണ് മാറ്റിയെടുത്തത്? അത് ഞങ്ങളുടെ കഴിവ് മാത്രമല്ല, നമ്മളെ കുറച്ച് ആൾക്കാർ WHO കൺസെപ്റ്റായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഓർഫനേജുകൾ, പിന്നെ ഓൾഡ് ഏജ് ഹോംസ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു പരിപാടികൾ വെക്കുമ്പോൾ അവരെ അതിന് വിളിക്കും. ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങളുടെ ഒരു പരിപാടി ഹൈലൈറ്റായിട്ട് വെക്കും. ഞങ്ങൾ പ്രൊഫഷണലൊന്നുമല്ല, ആരും പ്രൊഫഷണലൊന്നുമല്ല, പക്ഷെ എന്തോ ലക്കിന് അങ്ങനെ ശരിയായതാണ്. അത് അതിന് ഈ സ്റ്റെപ്പൊക്കെ തെറ്റുമ്പോൾ വഴക്ക് പറയാറുണ്ടോ? പണ്ട് നമ്മളെയൊക്കെ കുറെ പറഞ്ഞതാണല്ലോ വഴക്ക്. ഇവര് ഭയങ്കര വഴക്കിടും, ഉടക്കൊക്കെ ഇരിക്കുള്ളൂ. ഞാൻ നാളെ വന്നില്ലെന്നൊക്കെ പറയും. പക്ഷേ നാളെ അവർ പറയുന്ന ആൾക്ക് കാലത്തേ ഉണ്ടാവും. അങ്ങനെയൊക്കെ നമ്മൾ കുറെ വഴക്കൊക്കെ മകനെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ പഠിക്കാത്തതിനൊക്കെ, അതുപോലെ തിരിച്ചു കിട്ടാറുണ്ട്. അപ്പൊ പകരം വീട്ടണായിരിക്കും. ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് ഇരിക്കാൻ നേരത്തെ എല്ലാവരും ഭയങ്കര പവറാണ്, ഭയങ്കര ചിരിയും തമാശയും കളിയും എല്ലാവരും അങ്ങനെയാണ്. അപ്പം ആ സമയത്ത് ഇനിയിപ്പോൾ എന്താ നിങ്ങളുടെ പ്ലാൻ? എന്തെങ്കിലും ഇനി ഓണം ഒക്കെ ആണല്ലോ, അപ്പോൾ അങ്ങനെ സ്റ്റേജുകളിൽ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെ സ്കൂളുകളിലോ അങ്ങനെ എന്തെങ്കിലും? ഇന്നും വിളിച്ചായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും വേണ്ട, ആരെ കൂടിയാണെങ്കിൽ കളിച്ചോളും. അടിച്ചു പൊളിപ്പാട്ട്, പ്രത്യേക സ്റ്റെപ്പ് ഞങ്ങൾ തകർത്തോളൂ. ഇന്നല്ല ഡാൻസ് കളിച്ച് ഞാൻ തളർന്നു.
പക്ഷെ ഇവരാരും തളർന്നിട്ടില്ല അല്ലേ? അപ്പൊ എല്ലാവർക്കും നമുക്കൊരു ഹാപ്പി ഓണം കൊടുത്താലോ? അപ്പോ എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം.